ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് നമ്മളെ വീടിന്റെ സൈഡില് കാവത്തിന്റെ ഇതുണ്ടായിട്ടുണ്ട്. ഉണ്ടായതല്ല ഉപ്പ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പൊ ഇന്ന് വീട്ടിലെല്ലാരും ഉണ്ട്, ഏട്ടത്തെയും അനിയത്തെയും മക്കളൊക്കെ എല്ലാരും ഉണ്ട്. അപ്പൊ പറഞ്ഞു എല്ലാരും വരുന്ന ദിവസം നമുക്കത് കളച്ചെടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇപ്പൊക്കെ ഏതായാലും വയ്യ, സുഖമില്ലാത്തതുകൊണ്ട് ഇപ്പൊക്കെ കളക്കാൻ വയ്ക്കൂല. അപ്പൊ ഞങ്ങളോട് തന്നെ കളക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാനും അനിയത്തിയും ഏട്ടത്തിന്റെ മോനൊക്കെ വന്നിട്ട് അത് കളച്ചെടുക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പൊ അത് കളച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ആ വള്ളിമേലുണ്ടായ കായ് കുറച്ച് ഭാഗം അങ്ങോട്ട് വെട്ടിയെടുത്തിട്ട് വേണം അതിന്റെ അടിഭാഗം കളച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അങ്ങനെ തലേക്ക് ഇങ്ങനെ കൊഞ്ഞാടുന്നു, നല്ല കല്ലെറിയണ പോലെയാണ് ആ കായ് തലേക്ക് കൊഞ്ഞാടുന്നത് കേട്ടോ. അപ്പൊ അതിങ്ങനെ പറിച്ചോണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ ഞങ്ങൾ പറിച്ചിട്ട് ബാക്കി അവസാനം എടുക്കാന്നുള്ള ഒരു ഇതിലുണ്ട്. അപ്പൊ അവിടെ ആ ഇരിക്കാവത്തിന്റെ വള്ളിയുള്ള ഭാഗം മാത്രം വെട്ടി അതിന്റെ വൃത്തിയാക്കിയിട്ട് മേലക്കുള്ള അവിടെ മുരിങ്ങന്റെ ഇതാണ് കൊമ്പാണ്. അപ്പൊ അതിന്റെ മേലെ കൂടെ നന്നായിട്ടുണ്ടായി പോയേക്കാണ് കേട്ടോ. അപ്പൊ അതൊക്കെ പാടെ വലിച്ചെടുക്കാൻ കഴിയില്ല, കുറച്ചൊക്കെ വലിച്ചെടുക്കാൻ വിചാരിച്ചങ്ങാണ്ട് കുറച്ചൊക്കെ എടുത്തോടെ ഇരിക്കണ ഭാഗം അവിടെ കാവത്തുള്ളതിന്റെ എടുത്ത് അങ്ങനെ ഇതാക്കിങ്ങാണ്ട് കുറച്ചെടുത്തിട്ടു. അപ്പൊ നമ്മൾ അവിടെ ഓടിപ്പോയിങ്ങാണ്ട് അവിടെ കളിക്കാൻ പോയി. പിന്നെ ഈ കാണുന്നത് ഞങ്ങൾ ഏറ്റവും വലിയ പേരക്കുട്ടിയും ഏറ്റവും ചെറിയ പേരക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ രണ്ടാളും അതിലിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഓയും ഞാനും അനിയത്തിയൊക്കെ കൂടിയിട്ട് തന്നെയാണ് കാച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോഴാ ഞങ്ങളിത് കളക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ വള്ളി എടുക്കാന്നുള്ളത് നോക്കി ഒരു 2-3-4 വള്ളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം വലിയതൊന്നല്ല, ഒരു പാകത്തെ വലിപ്പമുള്ള തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഓരോന്നിങ്ങനെ കളച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ പണിയൊന്നും ഞങ്ങൾക്ക് വശമല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നതൊക്കെ തിന്ന് മാത്രമേ ശീലമായിട്ടുള്ളൂ. അപ്പൊ ഈ വക പരിപാടി ഒന്നും ചെറിയ കൃഷിയൊക്കെ ചെയ്യും, ഇങ്ങനെ തൈകളും മുളകും തൈയും അങ്ങനത്തെ ചെറിയ ഇങ്ങനെ കുഴിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നല്ലാതെ ഈ വക പരിപാടിയൊന്നും പരിചയമില്ല. അതായത് കളച്ചെടുക്കണം, ഇത് കളച്ചെടുക്കുക, പൂള കളച്ചെടുക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാവൂല. അങ്ങനത്തെ ഒന്നും വല്ലാതെ വശമുള്ള സംഭവമല്ല കേട്ടോ. അപ്പൊ ഇന്നിപ്പോ ഇപ്പാക്ക് വയ്യാത്തോണ്ടാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് നിന്നത്, അല്ലെങ്കിൽ ഇപ്പൊ തന്നെയാണ് എടുത്തരല് കേട്ടോ. അപ്പൊ ഇങ്ങനെ കളച്ചുകൊണ്ട് നിക്കണം കേട്ടോ. ഇന്നിപ്പോ വീട്ടിലിപ്പോ എല്ലാരും ഉണ്ടാവുമല്ലോ. അപ്പൊ എല്ലാരും ഉണ്ടാവുന്ന സമയത്താണല്ലോ ഇങ്ങനെയൊക്കെ തിന്നാനുള്ള രസം. അപ്പൊ അങ്ങനെ ഞങ്ങള് കളച്ച് പറഞ്ഞാൽ ഒന്നോട്ട് കൈക്കൊട്ട് വെച്ചുകൊണ്ട് കളച്ചിട്ടൊന്നുമില്ല. അങ്ങനെ കത്തിയോണ്ടും ചെറിയ കൈക്കൊട്ട് വെച്ചിട്ടോ ചെയ്യണം. അപ്പൊ അങ്ങനെ ഇളക്കി അങ്ങനെ ഓരോന്ന് ഒന്നായിട്ട് കളച്ചെടുക്കാൻ കുത്താൻ പറ്റൂലല്ലോ, ഒന്ന് തട്ടൂലേ. അപ്പൊ അങ്ങനെ തോണ്ടി ഏതായാലും ഞങ്ങൾക്ക് ഒന്ന് കിട്ടി. പിന്നെ ഒരു ചെറുതും അതിന്റെ അടുത്തുള്ള കിട്ടിട്ടോ. അപ്പം കണ്ടതാണ് ഒന്ന് കിട്ടിയത്. കുഴപ്പമില്ലാത്ത വലിപ്പൊക്കെ ഉണ്ട്. എന്നാ വലിയതെന്ന് പറയാനില്ല. അത്ര അടിഭാഗത്തൊക്കെ അങ്ങനെ പോയിട്ടൊന്നുമില്ല കേട്ടോ. അടുത്തൊന്നും ഉണ്ടത്. അപ്പൊ ഈ കാണുന്നത് അതിന് ആ വള്ളിക്ക് തട കൊടുത്ത പൂളക്കൊമ്പാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ കുറച്ചും കൂടി എടുക്കാണ്ട് ഇവിടെ ഒരു സ്ഥലത്തും ഉണ്ട് കേട്ടോ. അതേപോലെ കൗത്തിന്റെ വള്ളി. അപ്പൊ അവിടെ ചാടിയതൊക്കെ ഇങ്ങനെ പൊറുക്കി എടുക്കാൻ കേട്ടോ അനിയത്തി. കണ്ടോ, ഈ ഒരു സംഭവമാണ് ഞാൻ കാവത്തിന്റെ വള്ളിമേല് ഉണ്ടായത് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ കുറച്ചൊക്കെ പൊറുക്കി, പിന്നെ ഒരു ബക്കറ്റിലും പൊറുക്കി. അപ്പൊ അങ്ങനെ ചെറിയൊരു ഡ്രം പോലത്തെ ഒരു ഇതുണ്ട്. അപ്പൊ അതിക്ക് ഇങ്ങനെ തട്ടിക്കൊണ്ട് കേട്ടോ. പിന്നീട് എപ്പോഴേലും ചെയ്യാ വെച്ചിട്ട് ഞങ്ങൾ കാവത്തടിയിൽ നിന്ന് കളച്ചെടുക്കണതാണ് ചെയ്യണത്. അപ്പൊ അങ്ങനെ കുറെയൊക്കെ കളച്ചെടുത്തു. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു പൂളക്കൊമ്പടെ തടവിന് വള്ളിക്ക് തടവിന് വേണ്ടിയിട്ട് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതിമേലും പൂളക്കായ ഉണ്ടായിരിക്കണം കേട്ടോ ഇത്. അപ്പൊ ഞങ്ങൾ അതിങ്ങനെ ഇപ്പൊ എന്താട്ടി, അപ്പൊ അതൊക്കെ ഇങ്ങനെ വെട്ടിക്കണ്ട് വേർതിരിച്ച് വെക്കുക കേട്ടോ. ഇപ്പൊ വല്ലാതെ കളച്ചെടുക്കാനും ഇതിനൊന്നും വയ്യാത്തോണ്ട് ഇപ്പൊ ഈ വക പരിപാടിക്കൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പൂളക്കൊമ്പും വന്ന് നല്ല പൂളൊക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു നല്ല വണ്ണല്ല മണ്ണ് പൂളന്റെ ഭാഗമല്ല, അതിന്റെ ആ വേരിന്റെ ഭാഗം കേട്ടോ. അത്ര കട്ടിലെ ഒരു ഇതാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പൊ കണ്ട നല്ല ഈ പൂള എന്ന് പറഞ്ഞാല് ഒരു കൊമ്പുമ്പ് 10-25 കിലോ ഉണ്ടാവണം, അങ്ങനത്തെ ടൈപ്പുള്ള ഇതാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുമ്പോ വെച്ചതേനി. അപ്പൊ ഞങ്ങൾ ഓരോ സ്ഥലത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ തടവ് കൊടുത്തതോ അങ്ങനെ പൂളക്കൊമ്പ കംപ്ലീറ്റ് വീട്ടിൽ നിന്ന് കളഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങള് കൂട്ടാൻ വെക്കാനുള്ളൊക്കെ എടുത്ത് അകത്ത് കളഞ്ഞു. അപ്പൊ ഇന്നും ഏട്ടത്തിന്റെ മോനും ഒക്കെ കൂടി നന്നാക്കണം കേട്ടോ. പിന്നെ കൂട്ടിന് നമ്മളെ കിങ്ങിണിക്കുട്ടി ഉണ്ട് കേട്ടോ. കിങ്ങിണി എല്ലാക്കുമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഞാനങ്ങനെ പല പേരും വിളിച്ചു, കിങ്ങിണി എന്നോ മുത്തുമണി എന്നോ. അങ്ങനെ കുട്ടികളെ രസമാണല്ലോ. അപ്പൊ എനിക്ക് തള്ളി തോന്നിയ പേരൊക്കെ കുട്ടികളെ വിളിക്കൂട്ടോ. അപ്പൊ അങ്ങനെ നന്നാക്കൽ ഇതൊക്കെ കഴിഞ്ഞ് ഇതോടെ അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് ഇതിന്റെ പാകത്തെ വെള്ളം അതൊക്കെ അളവാക്കി കൊണ്ട് അങ്ങനെ വെച്ചു. പിന്നെ മീൻകറി ഞങ്ങൾക്ക് ഇതിക്ക് മീൻകറിയാണ് കേട്ടോ. മീൻകറി ഇത് രസമാണല്ലോ. പിന്നെ ഇതിക്ക് രസം എന്ന് പറയുകയാണെങ്കിൽ നല്ല മത്തിട്ടാണ് കേട്ടോ. നല്ല മത്തിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാരം. പക്ഷെ മത്തിയില്ല. പിന്നെ സമയം ഒരുപാടായതുകൊണ്ട് ഇനിയിപ്പോൾ മത്തി കിട്ടിയാൽ തന്നെ നന്നാക്കാൻ തരില്ല അങ്ങനെ കേട്ടോ. പിന്നെ ഞാൻ അവിടെ മീൻകറി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ അതിക്ക് ആദ്യം കടുകൊക്കെ ഇട്ടെടുത്ത് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടെടുത്തുകൊണ്ട് കുറച്ച് പച്ചളവും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടെടുത്തുകൊണ്ട് ഇളക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കേട്ടോ, അതും ആ എണ്ണയ്ക്ക് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്കും പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇട്ടുകൊണ്ട് അങ്ങനെ അതും ഒന്ന് മൂപ്പിച്ചെടുത്തുകൊണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് മീൻ ഇട്ടുകൊണ്ട് വേവിച്ചെടുക്കട്ടെ ചെയ്യണത്. അപ്പം പിന്നെ ഇത് മീൻ മുളകിട്ട് എന്ന് പറയാം, മീൻ മുളകും വെള്ളം അങ്ങനെയൊക്കെ പറയും. പിന്നെ അപ്പൊ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളകും പൊടി ഇട്ടെടുക്കുക. അപ്പൊ ഇങ്ങനത്തെ കൂട്ടാനൊക്കെ വെക്കുമ്പോൾ നമ്മൾ കുറച്ച് എരിവ് കൂടുതലായിട്ട് ഇടണം കേട്ടോ. പിന്നെ ഞങ്ങളെ കുട്ടികൾക്കൊക്കെ കൂട്ടണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വല്ലാതെ എരിവ് തൊട്ടിട്ടില്ല, എന്നാലും അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ നന്നാക്കി ഇളക്കി മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, പിന്നെ അലുമിനിയത്തിന്റെ ചട്ടി ആയതുകൊണ്ട് അടിയിൽ പിടിക്കും. അപ്പൊ നന്നായിട്ട് തന്നെ നോക്കിയിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പൊ ഈ ചെമ്പട്ടി എടുക്കാൻ കാരണം മീൻകറി എല്ലാവർക്കും വേണമല്ലോ, അപ്പൊ വലിയ ചെമ്പട്ടി എടുത്തതാണ്. കുറെ ഉണ്ട്, കൂട്ടാനും കുറെ ഉണ്ട്. അപ്പം പിന്നെ അതിക്ക് ഒഴിച്ച് നല്ലോണം കറി ഒഴിച്ച് കഴിക്കാനാണ് രസം. അതുകൊണ്ട് നന്നാക്കി വെള്ളം ഒഴിച്ച് കണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എന്നിട്ട് പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ പുളിയും ഇതൊക്കെ പാകാണോ എന്നുള്ളത് നോക്കട്ടെ. അപ്പൊ ഞാൻ അതിലേക്ക് കുടമ്പുളി ഇട്ട് കണ്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പം അടച്ചു വെച്ചിട്ട് പിന്നെ എന്താ ചെയ്യാ, ഒന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അപ്പൊ അതിന്റെ അടിയിൽ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നിട്ടുണ്ട്. അത് അടിയിൽ പിടിക്കും. അപ്പൊ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം, കാവത്തല്ലേ അടിയിൽ പൊടിയുന്ന ആ ചമ്പട്ടി അതുകൊണ്ട് ഇളക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. വലിയ കയ്യിലില്ല, ചെറിയ കയ്യിൽ വെച്ചിട്ടാണ് ഇളക്കണത്. അപ്പൊ അങ്ങനെ പിന്നെ മീന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വെയിറ്റ് ചെയ്തിട്ട് അപ്പൊ ആ മീനിന്റെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. മുളകും പൊടി മഞ്ഞപ്പൊടി കെട്ട മുളകും വെള്ളമാണ് കേട്ടോ. അപ്പം എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, കൈകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ അയില മീനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മത്തിയാണെങ്കിൽ പറയുന്നത് വേണ്ടട്ടോ, ഇങ്ങനെ കറി വെക്കും. ഇതേപോലെ തന്നെ കപ്പ ഉണ്ടാക്കൂല്ലേ നമ്മൾ, അപ്പൊ ആ കപ്പയ്ക്കും ഇങ്ങനെ പിന്നെ കറി ചെയ്ത് കൊടുക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അടച്ചു വെച്ചുകൊണ്ട് ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് വെന്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചെടുക്കുക കേട്ടോ. അപ്പൊ നമ്മളെ മീൻകറിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പിന്നെ വേഗണതും അതൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. പിന്നെ ഞാൻ വേഗം അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ട് അപ്പോൾ നമ്മൾ കൂട്ടാൻ ഇവിടെ നല്ല പായസം പോലെ ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ തിന്നാൻ പുതിയതാണ്. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പം ഞങ്ങൾ ഈ ഒരു കവുത്ത് കൂട്ടാൻ തിന്നുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു വയലറ്റ് കളർ ഉണ്ടല്ലോ, അതും ഭയങ്കര രസമാട്ടോ. പക്ഷെ അത് എവിടുന്നും കിട്ടുന്നില്ല. ഇനി കടയിൽ അങ്ങനെ കണ്ടോ നോക്കണം. അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ കവുത്തും കൂട്ടാൻ. അങ്ങനെ എല്ലാവരും ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് കഴിക്കാനൊരു ടേസ്റ്റ് ആണല്ലോ. അപ്പം പിന്നെ അമ്മ അത് തൂമിച്ചാണ് കേട്ടോ. ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടുകൊണ്ട് കറിവേപ്പിൻ്റെലൊക്കെ ഇട്ടുകൊണ്ട് അമ്മ തൂമിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പൊ തൂമിച്ച പ്രത്യേക ടേസ്റ്റാണ്. അല്ലെങ്കിൽ തൂമിക്കാതെ അങ്ങനെ കഴിക്കാം, പക്ഷെ തൂമിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. പിന്നെ കറി വേണ്ടാത്തവർക്കൊക്കെ അങ്ങനെ കഴിക്കാം. പിന്നെ ഇനി കറി വേണമെന്നുള്ളവർക്കും ഇങ്ങനെ കഴിക്കാം കേട്ടോ. അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇട്ട് തൂമിച്ചാല്. പിന്നെ 4 മണിക്ക് കട്ടൻ ചായയും പിന്നെ കാവുത്തും കൂട്ടാനും മീൻചാറൊക്കെ കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ല. പക്ഷെ അത് ഞങ്ങൾക്ക് 4 മണിക്കൊക്കെ ഒന്നുമല്ല ഉണ്ടാക്കിയത്, ഞങ്ങൾ ഉച്ചക്കാണ് കഴിക്കുന്നത് കേട്ടോ. ഇത് ആയി കഴിഞ്ഞപ്പോൾ തന്നെ 2 മണി 2:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. വിശന്നങ്ങാണ്ട് ആകെപ്പാടെ തൂഫാൻ കഴിഞ്ഞിട്ട് എല്ലാവരും. പിന്നെ എല്ലാവരും കൂടി ഒരു കഴിക്കലേന്നു. ടേബിൾ മക്കൾ കൊണ്ടുവച്ചിട്ട് ഒന്നും നോക്കിയിട്ടില്ല, എല്ലാവരും തട്ടി വിടലിന് കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെ അന്നത്തെ ദിവസം, നല്ല ടേസ്റ്റും രസമൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരും പാടെ കൂടി ഇരിക്കല്ലേ. അപ്പൊ ഞങ്ങളെ വലിയ കുട്ടി മുതൽ കുഞ്ഞിക്കുട്ടി വരെ ഇത് കഴിച്ചോണ്ടിരിക്കാൻ കേട്ടോ. അപ്പൊ ഞാൻ കൂട്ടാനൊക്കെ ഇവിടെ റെഡി ആയി നന്നാക്കി ആ തൂമിച്ചെടുത്തതൊക്കെ എല്ലാ ഭാഗത്തും ഇളക്കി യോജിപ്പിച്ചു കൊടുത്തുട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വിശപ്പ് സഹിക്കണില്ല, പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാവരും വേഗം ഓടി ടേബിൾ മക്കൊക്കെ കൊണ്ടുവച്ചുകൊണ്ട് ഇരുന്ന് നന്നായിട്ട് തന്നെ എല്ലാവരും കഴിക്കണം കേട്ടോ. അപ്പൊ ചോറ് അന്ന് എല്ലാവർക്കും പിന്നെ വലിയ പോളിങ്ങൊന്നും ഉണ്ടായില്ല. കൂട്ടാനും മീൻകറി കഴിഞ്ഞിട്ട് എല്ലാവർക്കും വലിയ നന്നായിട്ട് പോയത്. പിന്നെ ഇപ്പൊ എന്താ അങ്ങനെ പ്രത്യേകിച്ച് പറയാനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. കാവത്ത് നമ്മളെ സ്വന്തം വളപ്പിലുണ്ടായതാണ്. അപ്പം അവനാൻ്റെ വീട്ടിൽ ഉണ്ടായി അങ്ങനെ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ല. പിന്നെ എല്ലാവരും ഉണ്ടാകുമ്പോൾ വീട്ടിൽ മക്കളും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് കഴിക്കുന്നതും അതൊരു വല്ലാത്ത ഇതല്ലേ. അപ്പൊ അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും വരട്ടെ എന്ന് പറഞ്ഞാണ് കാത്തുന്നത് കേട്ടോ. അതൊന്നോ പറിക്കാനായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീട്ടിൽ വരട്ടെ എന്ന് കണ്ട് അങ്ങനെ നിന്നത്. ഇനിയിപ്പോ ഒരു മത്തനും വീട്ടിൽ എടുത്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചക്രമത്തം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇനി എല്ലാവരും അടുത്ത വരവിനായിട്ട് കാത്തിക്കണം കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ അവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും നമ്മൾ മറ്റൊരു വീഡിയോസ് ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും കണ്ട് സപ്പോർട്ട് എല്ലാവർക്കും താങ്ക് യു.